Good morning, sir. Welcome to the show. Morning, Anla. Morning, viewers, and Happy New Year to all of you. Happy New Year, sir. ആദ്യം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ ഒരു ചെറിയൊരു കറക്ഷൻ മോഡിലാണ് നിഫ്റ്റി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായിട്ടും ഒരു 21,700 എന്നൊരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നിഫ്റ്റിയിൽ ഇപ്പോൾ വ്യാപാരം 21,700 നില കൈവിട്ടുകൊണ്ട് 21,692 എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു വർഷത്തെ അവസാനത്തെ ഒരു വാരമൊക്കെ നോക്കി 21,800 വരെ എത്താൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അവസാന ഒരു വാരത്തിലേക്ക് ഒരു 21,700 റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാനും നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നടക്കുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ ഇന്നത്തെ ഒരു ദിവസത്തിൽ പ്രധാനമായിട്ട് നിക്ഷേപകർ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയാണ്? സോ നിഫ്റ്റി 50യുടെ കേസ് എടുക്കുമ്പോഴേക്കും വെള്ളിയാഴ്ച നമ്മൾ ചെറിയ തോതിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു. ആൻഡ് ഇന്നും നമ്മളൊരു വെരി സ്മോൾ ബൗട്ട് ഓഫ് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല നിഫ്റ്റി ഏത് ലെവലിലോട്ട് അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിൽ ഇന്ന് മാറുമെന്ന്. ആസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50ക്ക് ഇൻട്രാഡേ വളരെ ഷോർട്ട് ടേമിന് വേണ്ടി 21,600 പോയിന്റ് 21,600 സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുക. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. അറ്റ് ദ സെയിം ടൈം ഇന്ന് നിഫ്റ്റി 50യിൽ നമുക്ക് തിരിച്ചൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 21,850 ലെവൽ ബ്രേക്ക് ചെയ്യണം. സോ ബിറ്റ്വീൻ 21,600 ആൻഡ് 21,850 നിഫ്റ്റി ഒരു ഷോർട്ട് ടേം സൈഡ് വേസ് കൺസോൾട്ടേഷൻ ഫേസിലായിരിക്കും. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 48,163 എന്നുള്ള ഒരു നിലവാരത്തിൽ പെർഫോം ചെയ്യുന്നു. തീർച്ചയായിട്ടും 48,000 എന്നുള്ള ആ ഒരു റേഞ്ച് കൈവിടാതെ തന്നെ ബാങ്ക് നിഫ്റ്റി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം വ്യൂ എങ്ങനെയാണ്, ഒപ്പം വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാലും സെയിം സിറ്റുവേഷൻ ലൈക്ക് നിഫ്റ്റി 50. കാര്യം വെള്ളിയാഴ്ചയും ഇന്നും നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 48,000 പോയിന്റ്സ് 48,000. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ദ ഷോർട്ട് ടേം വിൽ കണ്ടിന്യൂ ടു റിമെയിൻ ബുള്ളിഷ്. പക്ഷെ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു പുതിയ ഷോർട്ട് ടേം ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 48,550 ലെവൽ 48,550 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു പുതിയ ബൈയിങ് ട്രിഗർ നമുക്ക് ലഭിക്കാൻ പോകുന്നുള്ളൂ. സർ, അടുത്തതായിട്ട് സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തെ നിഫ്റ്റിയിൽ ഏറ്റവും ഒരു ടോപ്പ് പെർഫോമർ ആയിട്ടുള്ള ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. വ്യാപാരത്തിന്റെ ഒരു അവസാന ദിവസത്തിലേക്ക് 29-ാം തീയതിയിലേക്ക് എത്തിയപ്പോൾ സർവ്വകാല ഉയരം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. 802.9 എന്നൊരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ നോക്കുകയാണെങ്കിലും ഏകദേശം 1.3% നേട്ടത്തിൽ 790.1 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? 2024 ടാറ്റ മോട്ടോഴ്സിന്റെ പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇൻഫാക്ട് നമ്മൾ കഴിഞ്ഞ ഫെസ്റ്റീവ് സീസണിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ടാറ്റ മോട്ടോർ മാത്രമല്ല ബജാജ് ഓട്ടോ, മാരുതി, മഹീന്ദ്ര, TVS മോട്ടോ, ഹീറോ മോട്ടോ, നമ്മൾ ഏത് ടോപ്പ് 2-വീലർ ഓർ ഓട്ടോ സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാലും കമ്പനികളുടെയൊക്കെ സെയിൽസ് വളരെ വളരെ മികച്ചതായിരുന്നു കഴിഞ്ഞ ഫെസ്റ്റീവ് സീസണിൽ. സോ അടുത്തൊരു 10-20 ദിവസത്തിനിടെ ഓരോ ഓട്ടോ കമ്പനി മാത്രമല്ല ദ എൻറ്റയർ മേജർ കമ്പനികൾ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്ത് തുടങ്ങും. ആ ഒരു സമയത്ത് ടാറ്റ മോട്ടോഴ്സ് അടക്കം എല്ലാ ഓട്ടോ കമ്പനീസിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി എ ഫാന്റാസ്റ്റിക് ക്വാർട്ടർലി റിസൾട്ട്. എങ്കിൽ പോലും കഴിഞ്ഞ ഒരു 5-8 സെഷൻസിൽ നമ്മൾ ഇത്രയും വലിയ നേട്ടം കണ്ടതിനെ തുടർന്ന് പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ടാറ്റ മോട്ടോഴ്സിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 800, അതിനെ തുടർന്ന് 820. ഒരു വീക്ക്നെസ്സും ഈ സമയത്ത് കാണുന്നില്ല. ബട്ട് അവോയ്ഡ് ഫ്രഷ് ന്യൂ ലോങ് പൊസിഷൻ. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇന്നത്തെ വ്യാപാരത്തിൽ സെക്ടറൽ സൂചികകളിലേക്ക് വരുമ്പോൾ നിഫ്റ്റി IT ഒരു ഇടിവ് നേരിടുന്നുണ്ട് എന്ന് കാണാം. 0.24%. പ്രധാനപ്പെട്ട ഓഹരികളിലൊക്കെ തന്നെ ഒരു ഇടിവ് പ്രകടമാകുന്നുണ്ട്. എംഫസിസ്, അതോടൊപ്പം തന്നെ LTI, മൈൻട്രി, വിപ്രോ, HCL ടെക് തുടങ്ങിയ ഓഹരികളിലൊക്കെ തന്നെ ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ITയെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ വർഷത്തിൽ താങ്കൾ എന്ത് ഔട്ട്ലുക്ക് ആണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്?
സോ നിഫ്റ്റി 50, നിഫ്റ്റി IT ഇൻഡെക്സ്, നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ്, നമ്മൾ നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി FMCG, നമ്മൾ ഏത് മേജർ ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാലും എവറി ട്രെൻഡ് ഈസ് വെരി വെരി ബുള്ളിഷ്. സോ ഇതിലൊന്നും തന്നെ എനിക്ക് ഒരു വീക്ക്നെസ്സും അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് എങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്സിലും നമുക്ക് കഴിഞ്ഞ 3-4 മാസത്തിനിടെ ഒത്തിരി പ്രോഫിറ്റ്സ് കാണാൻ സാധിച്ചിട്ടുണ്ട്. വളരെ നാച്ചുറൽ ആയിട്ട് ഈ വരും ആഴ്ചകളിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. സോ വി ഹവ് ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ നമ്മൾ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. സർ, അടുത്തതായിട്ട് സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഓഹരിയിലേക്കാണ് സാറിന് ശ്രദ്ധ ക്ഷണിക്കുന്നത്. നോക്കുകയാണെങ്കിൽ JBM ഓട്ടോ ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ഒരു ടോപ്പ് ഗെയിനറായിട്ട് വ്യാപാരത്തിന് ആദ്യ മിനിറ്റുകൾ നിലനിന്ന ഒരു ഓഹരി കൂടിയാണ്. ഏകദേശം 8.18% നേട്ടമായിരുന്നു വ്യാപാരം തുടങ്ങി ഈ ഒരു ഓഹരി നിക്ഷേപകർക്ക് നൽകുന്നത്. നിലവിൽ 2% നേട്ടവും നൽകുന്നുണ്ട്. JBM ഓട്ടോയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പുതിയൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ഈ ആദ്യ മിനിറ്റുകളിൽ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. 1637 എന്നൊരു റേഞ്ചിലായിരുന്നു. ഓഗസ്റ്റിന് ശേഷമാണ് ഇത്ര വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് മാനേജ്മെന്റ് ഒക്കെ തലത്തിൽ 2024 സാമ്പത്തിക വർഷം, അതായത് ഈ ഒരു വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ 2000 ഇലക്ട്രിക് ബസ് ഉൾപ്പെടെ ഉള്ളത് നൽകുമെന്ന് അല്ലെങ്കിൽ പുറത്തിറക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ JBM ഓട്ടോയെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് JB മോട്ടോഴ്സിന്റെ ഡേറ്റ ലഭിക്കുന്നില്ല. സോ ഒരുപക്ഷെ വി ക്യാൻ കൺസിഡർ ദിസ് സ്റ്റോക്ക് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. യെസ്, പ്രദീപ് സാർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഓട്ടോ സെഗ്മെന്റിൽ നിന്നും തന്നെ ബജാജ് ഓട്ടോയെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു പ്രകടനം നോക്കിയാലും ബജാജ് ഓട്ടോ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഓഹരി കൃത്യമായ ഒരു മുന്നേറ്റത്തിന്റെ പാത സൂചിപ്പിക്കുന്നുമുണ്ട്. അതേസമയം കഴിഞ്ഞ ആഴ്ചയിൽ 6820 രൂപ എന്നുള്ള ഒരു ലെവലിലായിരുന്നു ബജാജ് ഓട്ടോ. ബജാജ് ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വ്യാപാരത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ഇടിവാണ് 0.55%, 6760 രൂപ എന്നുള്ള ഒരു നിലവിൽ. ബ്രോക്കറേജുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷത്തിൽ ബജാജ് ഓട്ടോയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന്റെ പാത ദൃശ്യമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ബജാജ് ഓട്ടോയ്ക്ക് താങ്കൾ നൽകുന്ന ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണ്? വെരി വെരി ബുള്ളിഷ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഷെയർ മാർക്കറ്റ് പെർഫോമൻസ് മാത്രമല്ല, കമ്പനികളുടെ സെയിൽസ് ആൻഡ് ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ബീൻ ഫാന്റാസ്റ്റിക് ഇൻ ദ ലാസ്റ്റ് 2-3 months. സോ അതിനെ തുടർന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മൾ ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് പറഞ്ഞു. ദ സെയിം വേ ബജാജ് ഓട്ടോയിലും നമ്മൾ ഒത്തിരി നേട്ടം കണ്ടു കഴിഞ്ഞു. സോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും കൺസോൾട്ടേഷൻ ആൻഡ് വീണ്ടും ഒരു മുന്നേറ്റം നമുക്ക് ബജാജ് ഓട്ടോയിൽ എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് IEXുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഓഹരി ഇപ്പോൾ വളരെ നേരിയൊരു നേട്ടം 0.03% നേട്ടത്തിൽ 168.05 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡിസംബർ 20 52 ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു 172.3 എന്നൊരു റേഞ്ചിൽ. IEXനെ സംബന്ധിച്ച് 2024 സാറിന്റെ ഒരു വ്യൂ എന്താണ്? So IEX is a purely speculative buy. This is a small cap stock. So ഈ ഒരു സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ മാസത്തിൽ വെറും 120 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച 170 മുകളിൽ ട്രേഡ് ചെയ്യുകയായിരുന്നു. സോ മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഇത്തരം സ്റ്റോക്സിൽ നമ്മൾ വലിയൊരു കറക്ഷന് വേണ്ടി ഒരുങ്ങണം. സോ ഈ സ്റ്റോക്കിലൊക്കെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് സ്റ്റഡി ദ ക്വാർട്ടർലി റിസൾട്ട്, മാനേജ്മെന്റിന്റെ ഔട്ട്ലുക്ക് സ്റ്റഡി ചെയ്യുക. അതിനുശേഷം മാത്രം പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക. യെസ് സർ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ സ്മോൾ ക്യാപ് സ്പേസിൽ നിന്നും ഏറ്റവും അധികം ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്ന ഒരു കമ്പനിയാണ് സ്മോൾ ക്യാപ് കമ്പനി KPI ഗ്രീനിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും റിന്യൂവബിൾ എനർജി സെക്ടറിൽ ബിസിനസ് നടത്തുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2021 ജൂണിൽ ഓഹരിക്ക് 11 രൂപ എന്നുള്ള ഒരു ലെവലിലായിരുന്നു ഈ ഒരു ഓഹരി വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. നിലവിൽ 52 ആഴ്ചയിലെ ഉയരവും കടന്ന് 1467 രൂപ എന്നുള്ള ഒരു റേഞ്ച് കമ്പനി
റിജക്റ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. അതായത് ഇത്തരത്തിലൊരു 3 വർഷത്തിന്റെ നേട്ടം പരിശോധിക്കുമ്പോൾ 5051% നേട്ടം നൽകിയ ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കാണ് KPI ഗ്രീൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി KPI ഗ്രീനിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പ്രധാനമായിട്ടും ഇൻവെസ്റ്റേഴ്സ് വാച്ച് ചെയ്തിരിക്കേണ്ടത് എന്താണ്? Jasmine, this stock is overvalued. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് ട്രിഗറും എനിക്ക് പുതിയതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ഇത്തരം സ്റ്റോക്കിൽ വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇത്തരം സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് സ്റ്റഡി ദ ഫൈനാൻഷ്യൽസ് ഓഫ് ദ കമ്പനി. മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരുന്നുണ്ടെങ്കിൽ ദെൻ ഇത്തരം സ്റ്റോക്സിലെ കനത്ത ഇടിവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സർ, അടുത്തായിട്ട് ബനാറസ് ഹോട്ടൽസുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇപ്പോൾ 1.54% നേട്ടം നൽകിയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു ഓഹരിയെ പറ്റിയുള്ള സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഹോട്ടൽ ഫൈനാൻഷ്യലി ഇറ്റ്സ് എ വെരി വെരി ഗുഡ് കമ്പനി. ആൻഡ് നമുക്കറിയാം ഈ കഴിഞ്ഞ ഇക്കണോമിക് റിവൈവലിനെ തുടർന്ന് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ബനാറസ് ഹോട്ടൽ, ഇന്ത്യൻ ഹോട്ടൽ, ലെമൺ ട്രീ, അദ്വാനി ഹോട്ടൽ മുതലായ പല ഹോട്ടൽ സ്റ്റോക്സിൽ നമുക്ക് ഒത്തിരി നേട്ടം കിട്ടിയിട്ടുണ്ട്. ബനാറസ് ഹോട്ടൽ ഫൈനാൻഷ്യലി ഒരു പ്രോബ്ലവും കാണുന്നില്ല. ഇറ്റ് ഇസ് ട്രേഡിംഗ് അറ്റ് എ റെക്കോർഡ് ഓൾ ടൈം ഹൈ. പക്ഷെ ഈ ഒരു സ്റ്റോക്കിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല. സോ ഇതൊരു ട്രേഡിംഗ് അവസരത്തിന് വേണ്ടി ഈ സ്റ്റോക്കിൽ ഒരിക്കലും ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. നമുക്ക് ലോങ് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. പ്രദീപ് സാർ, ഈ ഒരു വർഷം പ്രധാനമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പൊതു തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ നടക്കാനിരിക്കുകയാണ്. അത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്കൊക്കെ വലിയൊരു ഡെവലപ്മെന്റ് വരാനിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നുമൊക്കെ. അത്തരത്തിൽ ഇന്നത്തെ ഒരു മാർക്കറ്റിൽ സിമന്റ് സെക്ടറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മികച്ച മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഡാൽമിയ ഭാരത് 2.78% ഒരു മുന്നേറ്റം പ്രകടമാക്കുന്നുണ്ട്. ഈ സിമന്റ് സെക്ടറിന്റെ ഒരു ഗ്രോത്തിനെ സംബന്ധിച്ചിടത്തോളം നോമുറ റിപ്പോർട്ടൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ വന്നിട്ടുണ്ടായിരുന്നു. മികച്ച ഒരു ഔട്ട്ലുക്ക് തന്നെയാണ് സിമന്റ് സെക്ടറിന് നൽകിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ മാർക്കറ്റ് ലീഡർ ആയിട്ടുള്ള അൾട്രാടെക് സിമന്റിന്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 3 ലക്ഷം കോടി എന്നുള്ള ഒരു നാഴികക്കല്ലും പിന്നിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിമന്റ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ഇൻവെസ്റ്റേഴ്സ് വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഈ സിമന്റ് സെക്ടറിനായിട്ടൊരു ലെവല് തരാൻ എനിക്കില്ല. ബട്ട് ഇപ്പൊ നമ്മൾ അൾട്രാടെക് സിമെന്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അൾട്രാടെക് സിമെന്റ് ആസ് എ ബാരോമീറ്റർ വളരെ വളരെ ബുള്ളിഷ് ആയിട്ട് ട്രെൻഡ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് അൾട്രാടെക് സിമെന്റ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഇസ് അറൌണ്ട് 10,450 ലെവൽ. സോ ഈ ഒരു ലെവലിൽ നിന്നും നമുക്ക് വീണ്ടും ഒരു 300 മുതൽ 400 രൂപയുടെ നേട്ടം അൾട്രാടെക് സിമെന്റിൽ എക്സ്പെക്ട് ചെയ്യാം. ബട്ട് അഗെയിൻ അൾട്രാടെക് സിമെന്റ്, ഇന്ത്യ സിമെന്റ്, ശ്രീ സിമെന്റ് മുതലായ ഒരു സിമെന്റ് കമ്പനിയിലും എനിക്ക് ലോ റിസ്ക് ആയിട്ട് ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു PSU കമ്പനി ആയിട്ടുള്ള കോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കോൾ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ നിലവിൽ 1.5% നേട്ടത്തിൽ 381.9 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരി ഒരു പുതിയ 50-day ഹൈ റേഞ്ച് ആയിട്ടുള്ള 382.5 എന്നൊരു റേഞ്ചും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു 50-day ഹൈക്ക് വളരെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഓഹരി ഇപ്പോഴും വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കോൾ ഇന്ത്യയെ സംബന്ധിച്ച് സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്തൊക്കെ ആണ് ഈ ഒരു ഓഹരിയിൽ ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ടത്? സോ അഗെയിൻ കോൾ ഇന്ത്യ ലോങ് ടേം ട്രെൻഡ്, ഷോർട്ട് ടേം ട്രെൻഡ് ഒക്കെ തന്നെ വളരെ ബുള്ളിഷ് ആയി തുടരുന്നു. ബട്ട് കോൾ ഇന്ത്യയുടെ പ്രോബ്ലം അഗെയിൻ ഇസ് ദാറ്റ് കഴിഞ്ഞ ഒരു 2-3 മാസത്തിനിടെ ഒത്തിരി നേട്ടം ഈ സ്റ്റോക്കിൽ കണ്ടു കഴിഞ്ഞു. ഈ സ്റ്റോക്കിന്റെ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് വരാൻ പോകുന്നത് ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ 400 and 440. കാര്യം ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും അതിന്റെ ഓൾ ടൈം റെക്കോർഡ് ഹൈ ലെവലിലോട്ട് എത്തിച്ചേരുമെന്ന് എനിക്ക് ഡൗട്ട് ഒന്നും തന്നെ ഇല്ല. എങ്കിൽ പോലും ഈ സ്റ്റോക്കിലെ പുതിയ ലോങ് പൊസിഷൻ കറന്റ് ലെവൽസിൽ അഡ്വൈസബിൾ അല്ല, ബിക്കോസ് ദ റിസ്ക് ഇസ് ടു ഹൈ.
എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ LICയുടെ ഓഹരികൾ ഇന്ന് 1.74% ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. LICയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 846 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. LIC ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഇനി പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ എന്തൊക്കെയാണ്, സ്വീകരിക്കേണ്ട സ്റ്റാൻസ് ഏതാണ്? So continue to maintain your long position. സ്റ്റോക്ക് നമ്മൾ ഒരു അല്പം വോളറ്റിലിറ്റിക്ക് പ്രിപ്പയർഡ് ആണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി എ റെക്കോർഡ് ഓൾ ടൈം ഹൈ. ബട്ട് ആ ഒരു ഹൈ ലെവൽ എത്തുന്നതിന് മുൻപ് ഈ ലെവൽ മുതൽ എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസബിൾ അല്ല. ഒരു 860, 880 ആ ഒരു റേഞ്ച് എത്തുമ്പോഴേക്കും ദർ ഷുഡ് ബി എ ബൗട്ട് ഓഫ് എ പ്രോഫിറ്റ് ടേക്കിംഗ്. അതിനുശേഷം നമ്മൾ മുന്നിൽ സ്റ്റോക്കിൽ കാണാൻ പോകുന്ന ഏക ഒരു റെസിസ്റ്റൻസ് വിൽ ബി അറൌണ്ട് 920, വിച്ച് ഇസ് ദ ഓൾ ടൈം ഹൈ. സർ, അതിനോടൊപ്പം തന്നെ ഫെർട്ടിലൈസർ മേഖലയിലുള്ള മദ്രാസ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇപ്പോൾ 5.01% നേട്ടത്തിൽ 116.25 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പുതിയ 52 വീക്ക് ഹൈ ആയിട്ടുള്ള 119.4 എന്നൊരു റേഞ്ച് സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഓഹരിയെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? So Madras Fertilizer ഒരു 52-week ഹൈലല്ല, ഇറ്റ് ഈസ് ട്രേഡിംഗ് അറ്റ് എ റെക്കോർഡ് ഓൾ ടൈം ഹൈ. സോ 115 രൂപയിലെ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് അൺലെസ് ആൻഡ് അൺടിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും ഒരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂ. ഫെർട്ടിലൈസർ സ്റ്റോക്സ് അഗെയിൻ വെരി വെരി ബുള്ളിഷ്. പർട്ടിക്കുലർലി ഈ ഒരു ബുള്ളിഷ് മൊമെന്റത്തിന് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 10-15 ദിവസത്തിനിടെ വീണ്ടും നമുക്ക് പബ്ലിക് സെക്ടർ സ്റ്റോക്സിലൊക്കെ വലിയ വലിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അത് ഫെർട്ടിലൈസർ സ്റ്റോക്സിൽ മാത്രമല്ല, ഈവൻ ഡിഫൻസ് സ്റ്റോക്സ്, ഈവൻ അതർ സ്റ്റോക്സ് ലൈക്ക് എഞ്ചിനീയേഴ്സ് ഇന്ത്യ, നെയ്വേലി ലിഗ്നൈറ്റ്, നാഷണൽ NHPC, SJVN, നമ്മൾ ഏത് PSU സ്റ്റോക്ക് എടുത്താലും അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. എസ് പ്രദീപ് സർ, വീണ്ടും ഒരു പൊതുമേഖലാ കമ്പനിയിലേക്ക് തന്നെയാണ് താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരികൾ ഇന്ന് 1.11% ഒരു മുന്നേറ്റത്തിൽ 1369 രൂപ എന്നുള്ള ഒരു റേഞ്ചിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നിലവിൽ കാണുന്ന ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഡിസംബർ 27-നായിരുന്നു 1408 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ ഓഹരി ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യത ഇനിയുള്ള ദിവസങ്ങളിൽ എത്രമാത്രമാണ്? സെയിം തിങ്. സോ PSU ബാങ്ക് ആയ PSU സ്റ്റോക്ക് ആയിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒക്ടോബർ അവസാനം വെറും 880 റുപ്പീസിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ടുഡേ ഇറ്റ് ഇസ് ട്രേഡിംഗ് അറ്റ് എ റെക്കോർഡ് ഓൾ ടൈം ഹൈ അറൌണ്ട് 1400 റുപ്പീസ്. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് പുതിയൊരു ലോങ് പൊസിഷൻ ഈ ഹൈ ലെവൽസിൽ അഡ്വൈസബിൾ അല്ല. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു ഷിപ്പിംഗ് സ്റ്റോക്കിൽ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് മാസഗോൺ ഡോക്ക്. ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസിൽ 905 റുപ്പീസ് ആയിരിക്കണം ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു ബുള്ളിഷ് ട്രിഗർ. മാസഗോൺ ഡോക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അതിന്റെ ഒരു ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്നത് 2365 രൂപ. PSUവിൽ തന്നെ ഒരു ഓഹരിയിലേക്കാണ് സാറിന് ശ്രദ്ധ ക്ഷണിക്കുന്നത്. നിലവിൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് വളരെ മികച്ച ഒരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 4.6% നേട്ടം നൽകി 202.45 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പുതിയ 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനും ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. ഭേലുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനൊരു ടൈം ആയിട്ടുണ്ടോ? സ്റ്റോക്കിന്റെ അഗെയിൻ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എക്സലന്റ്. വളരെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. അഗെയിൻ ഒരു ബെയറിഷ് ട്രിഗർ നമുക്ക് ഇതുവരെയും കാണാൻ സാധിച്ചിട്ടില്ല. സ്റ്റോക്കിന് 200-220 റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ബട്ട് വി ഹാവ് ടു വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് 1 or 2 days. നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുമോ എന്ന് അറിയാനായിട്ട് നമ്മൾ അലേർട്ടായിട്ട് ഇരിക്കുക. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ്ലി മെയിൻറ്റെയിൻ ദറ്റ് ലോങ് പൊസിഷൻ. വോളറ്റിലിറ്റിക്ക് നമ്മൾ അല്പം വോളറ്റിലിറ്റിക്ക് പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്ക് ലോങ് ടേമിന് വേണ്ടി ഹോൾഡ് ചെയ്യാം.
and I don't see any problem at this point. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ കമന്റ്സ് ഇന്ത്യയുടെ ഒരു ഓഹരികളുടെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ 0.3% ഒരു നേട്ടത്തോടു കൂടി 1969 രൂപ എന്നുള്ള ഒരു ലെവലിലാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നത്. സോ കമിൻസ് ഇന്ത്യ കഴിഞ്ഞ ആഴ്ച 2040 രൂപയുടെ റെക്കോർഡ് ഹൈ എത്തിയതിനു ശേഷം 3-4 ദിവസം നല്ല കറക്ഷൻ നേരിട്ടിരുന്നു. സോ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ 2040-2008 ഈ ഒരു റേഞ്ച് ആയിരിക്കാം നമ്മൾ വേണ്ടി വാച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഇതിന്റെ ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. ബട്ട് അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേമിന് വേണ്ടി പൊസിഷൻ എടുക്കുകയാണെങ്കിൽ 1920 രൂപ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സർ, അടുത്തതായിട്ട് കേരളത്തിൽ നിന്നുള്ള ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ് FICTയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ ഓഹരി 3.11% നേട്ടത്തിൽ 830.9 എന്നൊരു റേഞ്ചിലായിരുന്നു. ഒരു ഡിസംബറിൽ ഒരു പെർഫോമൻസ് ഒക്കെ നോക്കി വളരെ മികച്ച ഒരു പ്രകടനം നടത്തിയ ഒരു ഓഹരി കൂടിയായിരുന്നു. ഡിസംബർ 15-നായിരുന്നു ഒരു 52 ഹൈ ആയിട്ട് 861.15 എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ FICTയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? So long termന് വേണ്ടിയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഇൻ ദ കേസ് ഓഫ് മദ്രാസ് ഫെർട്ടിലൈസർ സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. യു ക്യാൻ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ. ലോങ് ടേമിന് വേണ്ടി ഒരു പുതിയ പൊസിഷൻ ഈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ബട്ട് ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടിയാണെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്കൊരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. സ്റ്റോക്കിന് മുന്നിൽ കാണുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ 865. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എഗെയിൻ അനദർ 3-4% ഗെയിൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 780 രൂപ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ തുടർച്ചയായിട്ടുള്ള റെയിൽവേ സ്റ്റോക്കുകളുടെ ഒരു നേട്ടം തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടത്. അത്തരത്തിൽ ഇന്നും റെയിൽവേ സ്റ്റോക്കുകളിലെല്ലാം തന്നെ ഒരു കാര്യമായിട്ടുള്ള മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് തിത്തഗർ റെയിലിനെ സംബന്ധിച്ചിടത്തോളമാണ്. നിലവിൽ 1050 രൂപ എന്നുള്ള ഒരു നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. 6% നേട്ടവുമായിട്ടാണ് തിത്തഗർ റെയിലിന്റെ ഓഹരികൾ ഇന്ന് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തിത്തഗർ റെയിലിനെ സംബന്ധിച്ചിടത്തോളം 52 വീക്ക് ഹൈ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് 1090 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ്. ഈ ഒരു ഹൈ ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ അഡ്വൈസബിൾ ആണോ? Titagar again is a small cap stock. സോ കഴിഞ്ഞ 3-4 മാസത്തിനിടെ നമ്മൾ ഒത്തിരി നേട്ടം കണ്ടിട്ടുണ്ട്. ആൻഡ് അഗെയിൻ ഫ്രം എ പ്യോർ സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ 1070 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേമിൽ ഒത്തിരി നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ബട്ട് നമ്മൾ അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 980 റുപ്പീസ് ആയിരിക്കും നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ. യെസ് സർ, അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് റെയിൽവേ തന്നെയുള്ള IRCTCയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. റെയിൽവേ ഓഹരികളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ളൊരു ഓഹരി കൂടിയായിരുന്നു IRCTC എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു മാസത്തെ കണക്കുകളൊക്കെ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 29.41% നേട്ടം നൽകിയൊരു ഓഹരി കൂടിയാണ്. എന്ന് മാത്രമല്ല ഡിസംബറിലാണ് കാര്യമായിട്ട് ഓഹരിക്ക് ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിലും ഏകദേശം ഒരു പുതിയൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 2.22% നേട്ടത്തിലാണ് ഓഹരി വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. IRCTC സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ലോങ് ടേമിൽ എന്തൊക്കെ നിലപാടാണ് ഈ ഒരു ഓഹരിയിൽ സ്വീകരിക്കേണ്ടത്? സോ ജാസ്മിൻ പറഞ്ഞ വളരെ ശരിയാ. ഒത്തിരി മാസങ്ങൾക്ക് അണ്ടർ പെർഫോമൻസിന് ശേഷം ഒക്ടോബർ മാസത്തിലായിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്ക് തിരിച്ചൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചത്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അഗെയിൻ ഇസ് ടേൺഡ് ബുള്ളിഷ്. സോ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിലെ ഷോർട്ട് ടേമിന് വേണ്ടി നമുക്കൊരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 850 റുപ്പീസ് ആയിരിക്കും നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിക്കേണ്ടത്. IRCTCയെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് ഇന്നത്തെ ട്രേഡിംഗിൽ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് റെയിൽ ടെലിന്റെ കേസിൽ ഓൾമോസ്റ്റ് ഒരു 6.5% നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം റെയിൽ വികാസിൽ നമുക്ക് ഇതുവരെയും ഒരു മൂവ്മെന്റ് ഇന്ന് കാണാൻ സാധിച്ചിട്ടില്ല. സോ ഇത്തരം റെയിൽവേ സ്റ്റോക്സിലൊക്കെ മൂവ്മെന്റ് വരുമ്പോൾ യൂഷ്വലി നമ്മൾ കാണുന്നത് RVNL ഒരു മൂവ്മെന്റ് കാണാറുണ്ട്.
RVNLന്റെ കേസിൽ നമുക്ക് ഷോർട്ട് ടേമിന് വേണ്ടി ഒരു ബുള്ളിഷ് ട്രിഗർ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് 189. എസ് പ്രദീപ് സാർ, അതോടൊപ്പം തന്നെ കരൂർ വൈശ്യ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. നിലവിൽ 1.21% ഒരു നേട്ടത്തിൽ 52 വീക്ക് ഹൈക്ക് എടുത്ത് തന്നെയാണ് ഓഹരികൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരൂർ വൈശ്യ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ 9.95% വരെ ഏറ്റെടുക്കുന്നതിന് ICICI പ്രുഡൻഷ്യൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്ക് റിസർവ് ബാങ്ക് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അപ്ഡേറ്റിനെ തുടർന്നുള്ള ഒരു നേട്ടമാണ് ഇന്നത്തെ വ്യാപാരത്തിൽ കരൂർ വൈശ്യ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ പ്രധാനമായിട്ടും ഇൻവെസ്റ്റേഴ്സ് വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So Karur Vysya Bank, I think it is trading at an all-time high. സ്റ്റോക്കിൽ at the moment എനിക്കൊരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും സ്റ്റോക്കിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 175 രൂപയിലായിരിക്കും. സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. സാർ, അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് IRFCയുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ കൂടിയാണ്. ഓഹരി ഇപ്പോൾ 1.36% നേട്ടത്തിൽ 100.7 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയിലേക്ക് നോക്കിയാൽ ഡിസംബർ 20 ആയിരുന്നു ഒരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത 104.1 എന്നൊരു റേഞ്ചിൽ. IRFCയെ സംബന്ധിച്ച് സാറിന്റെ ഒരു ലോങ് ടേം വിലയിരുത്തൽ എന്താണ്? സോ IRFC ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ റെയിൽ സ്റ്റോക്സിലും നമുക്കൊരു ബുള്ളിഷ് മൊമെന്റം ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സോ IRFCയുടെ കേസിലും ദ സെയിം ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. IRFC 105 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് വീണ്ടും ഒരു 5 മുതൽ 8 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. യെസ് പ്രദീപ് സാർ, അവസാനമായിട്ട് ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ താങ്കളുടെ ഫോക്കസിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? പ്ലസ് ഒരു ലോങ് ടേമിലേക്ക് താങ്കൾ സ്വീകരിക്കുന്ന ഒരു സ്റ്റാൻസ് എന്താണ്? പ്രധാനമായിട്ടും ഏതൊക്കെ സെക്ടേഴ്സ് ആയിരിക്കും താങ്കളുടെ ഫോക്കസിലുണ്ടാവുക? ഫോക്കസ് ചെയ്യുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഏത് സെക്ടർ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മികച്ച നേട്ടം കിട്ടിയിട്ടുണ്ട്. സോ എന്റെ ഫോക്കസ് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഇന്ന് മുതൽ എന്റെ ഫോക്കസ് കംപ്ലീറ്റ്ലി വിൽ ബി ഓൺ ദ ക്വാർട്ടർലി റിസൾട്ട്. സോ അടുത്ത ബൈ January 12 ഓൺവേർഡ്സ് നമുക്ക് ഈ ക്വാർട്ടർലി റിസൾട്ട് വന്നു തുടങ്ങും. സോ ക്വാർട്ടർലി റിസൾട്ടിന്റെ ഡേറ്റ് അടുക്കും തോറും നമ്മൾ വളരെ വളരെ പ്രോ ആക്റ്റീവ് ആയിരിക്കണം. കാര്യം നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ we have got to be very very careful. പുതിയ ലോങ് പൊസിഷൻസ് എസ്പെഷ്യലി സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് സ്റ്റോക്സിൽ വളരെ കെയർഫുൾ ആയിട്ട് എടുക്കാവൂ. കാര്യം മാർക്കറ്റിൽ ഒരു കാര്യമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് വരുന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റോക്സിൽ നമുക്ക് കനത്ത സെല്ലിംഗ് എക്സ്പെക്ട് ചെയ്യാം.